ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്നൊരു പെൻ ഹോൾഡർ നിർമ്മിക്കാം. അപ്പം നിങ്ങൾ വീട്ടിൽ ഞാൻ മുകളിൽ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്യണം. ഫസ്റ്റിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചന്ദ്രിക സോപ്പിൻ്റെ കവറാണ്, വലിയൊരു കവറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ഭാഗം കത്രി ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളതാണ്. അതിനുശേഷം ആ കവറിലേക്ക് ഞാൻ പശ അല്പം തേച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ വൈറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അതൊന്ന് മുറിച്ചിട്ട് നമ്മളെന്താണ് ഫോൾഡ് ചെയ്താൽ നമുക്ക് കൃത്യം നല്ല വൃത്തി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അതിനുശേഷം ചെയ്യേണ്ടത് വെച്ചാൽ എനിക്ക് കുറച്ച് ഭാഗത്തേക്ക് എന്താണ് വൈറ്റ് പേപ്പർ തേനില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ഒന്നും കൂടെ വൈറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് ആ ഭാഗം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കാണിക്കുന്ന പോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വൈറ്റ് പേപ്പർ വെച്ചതിന് ശേഷം അത് മുറിച്ചെടുത്തതിന് ശേഷം അളവിൽ മുറിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇപ്പോഴും മാറ്റി വെച്ച ആ ഒരു ഭാഗം നമുക്കൊന്ന് മുറിച്ചിട്ട് സെറ്റാക്കിയതിന് ശേഷം അത് വൈറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് ആദ്യം നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അതൊന്ന് ആ നടുക്ക് സെൻറ്റർ പാർട്ടീഷൻ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മളെ പെയിൻറ്റ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാനൊരു ബ്രഷും ഒരു പരന്ന ബ്രഷും വൈറ്റ് കളറും റെഡ് കളറും മിക്സ് ചെയ്തിട്ടാണ് ഒരു പേസ്റ്റൽ പിങ്ക് കളർ ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഒരു വര വരച്ചെടുത്തു. പിന്നീട് അതെനിക്ക് അങ്ങനെ ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വലിയൊരു ഇതാക്കിയിട്ട് അതിന് കുറച്ച് വേവ്സ് കൊടുത്തു. ആ വേവ്സ് ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. ആ ഒരു ബ്രഷ് കൊണ്ട് നല്ല വൃത്തി വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ജേർണലിലൊക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ലൈൻസ് വരച്ചിട്ട് ഒരു പോലെ എഴുതിയിട്ട് അതിൽ ഫില്ലാക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ ത്രെഡ്, ഇത് എന്ത് ത്രെഡാണെന്നൊന്നും നമുക്കറിയില്ല, നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കുമ്പം കടക്കാരൊക്കെ ഇത് കെട്ടിത്തരാറുണ്ട്. അപ്പം ഞാനത് സൂക്ഷിച്ച് വെച്ചുകൊണ്ട് എനിക്കിപ്പോൾ ഉപകാരമായി. അതുകൊണ്ട് ഫുൾ സൈഡൊക്കെ ഒട്ടിച്ച് വെച്ചു. അതിനുശേഷം ഞാൻ ബോ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി എന്നോട് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി കേട്ടോ. അത് നേരെ നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറേ സമയം ഒട്ടിച്ചൊട്ടിച്ചാണ് ഇത്രയും കംപ്ലീറ്റ് ആയത്. 4 സൈഡ് ഞാൻ ആ ബോ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒന്നും കൂടെ അത് ലെവലാക്കാൻ നിന്നപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഇളകി പോർന്നു. എന്നിട്ട് ഞാൻ എന്താക്കി അത് ആദ്യം ഒട്ടിച്ചു കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ പെന്നും പെൻസിലൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്, മാർക്കറൊക്കെ. അപ്പം നല്ല ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴുന്നു. അപ്പം വളരെ നല്ലൊരു കാര്യമാണ് ഇത്, നിങ്ങൾക്ക് വളരെ നല്ലോണം യൂസ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.